ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രണ്ട് ഈദ് സ്പെഷ്യൽ റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരെണ്ണം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു മന്തി റൈസാണ്. കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ മന്തിയും അതുപോലെ സൗദി അറേബ്യൻ കബ്സ റെസിപ്പിയാണ്. ഇത് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. മന്തി റൈസ് റെഡിയാക്കാൻ വേണ്ടി സെല്ല റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അരിയിൽ തന്നെ കുറച്ചുകൂടി കനം കൂടിയ അരിയാണ്. ഒരുപാട് തിന്നല്ല, സാധാരണ ബസ്മതി അരി കുറച്ചുകൂടി തിന്നായിരിക്കും. അരി നന്നായി കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ കുതിർത്തി വെക്കണം. കുതിർത്തി വെക്കുമ്പോൾ 15 മുതൽ 30 മിനിറ്റ് വരെയൊക്കെ വെച്ചാൽ മതിയാവും. ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല, 30 മിനിറ്റൊക്കെ മാക്സിമം വെച്ചാൽ മതി. അതുപോലെ കഴുകിയിട്ട് മാത്രം കുതിർത്തി വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അരി നന്നായി കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റിന് മുകളിലായിട്ടുണ്ട്. ആ സമയത്ത് കുറച്ചധികം വെള്ളത്തിൽ തന്നെ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പാത്രത്തിൽ ഞാൻ കുറച്ചധികം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 മുതൽ 8 വരെ ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഒരു 2 ഇഞ്ച് കനത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉണക്ക നാരങ്ങയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു നാട്ടിലെല്ലായിടത്തും തന്നെ ഉണക്ക നാരങ്ങ കിട്ടാനുണ്ട്. മന്തി അത്ര പോപ്പുലർ ആയത് പിന്നെയാണ്. അപ്പോൾ ഉണക്ക നാരങ്ങ കിട്ടാനില്ലാത്തവരാണെങ്കിൽ നാരങ്ങ ഒന്ന് ഉണക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ശരിക്കുള്ള ഒരു അറബിക് മന്തി റൈസിൻ്റെ ഫ്ലേവർ കിട്ടുന്നത് ഈ ഒരു ഉണക്ക നാരങ്ങയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഒരു മാഗി ക്യൂബാണ്. അപ്പോൾ നമ്മൾ ഒരു പാക്കറ്റിൽ 2 മാഗി ക്യൂബ്സാണ് ഉണ്ടാവുക. അതിൽ ഒരെണ്ണം നമ്മൾ റൈസ് റെഡിയാക്കുമ്പോൾ ചേർക്കുന്നുണ്ട്, ഒരെണ്ണം നമ്മൾ ചിക്കൻ്റെ കൂടെയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുക. ചില മാഗി ക്യൂബ്സിന് നല്ല ഉപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ആവശ്യമുള്ള ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ വെള്ളത്തിന് ഉപ്പ് മുന്തി നിൽക്കുമ്പോഴാണ് റൈസ് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സെല്ല റൈസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ വെള്ളം നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് അരി നന്നായിട്ട് കഴുകി തീരെ വെള്ളമില്ലാതെ തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചാൽ ഈ ഒരു റൈസ് കറക്റ്റായി വെന്ത് കിട്ടും. വെന്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിച്ച് മാറ്റി വെക്കുന്നതാണ് നല്ലത്. കറക്റ്റ് വെള്ളം ഒഴിച്ച് വെക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ കുറച്ചധികം വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കുന്നതാണ് നല്ലത്. ആ ഒരു ഉണക്ക നാരങ്ങ എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് പട്ടയും ഒക്കെ എടുത്ത് മാറ്റണമെങ്കിൽ ഈ സമയത്ത് അങ്ങ് എടുത്ത് മാറ്റാം. അരിയിലേക്ക് എന്തായാലും അതിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ടാവും. കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 90-95% അരി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു 3 പീസ് ചിക്കനാണ്. വലുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ്. അതുപോലെ സ്കിന്നോട് കൂടി എടുക്കുന്നതാണ് കുറച്ച് നല്ലത്. സ്കിന്നില്ലാതെ എടുക്കാം. കുറച്ച് വലിയ പീസുകൾ എടുത്താൽ നല്ലതായിരിക്കും. സാധാരണ ഒരു മന്തിക്ക് ഒരു ലുക്ക് വൈസ് വലിയ പീസുകളാണ് കാണാറുള്ളത്. ഇനി അതല്ല, ചെറിയ പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചിക്കൻ വേവിക്കുമ്പോഴും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഹോളായിട്ടുള്ള കുരുമുളകാണ്. ബാക്കിയുള്ള ഒരു പീസ് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചതാണ്. 4-5 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ഒരു തക്കാളിയും അതുപോലെ തന്നെ ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിലും മതി. ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ ചില്ലി സോസാണ് ചേർക്കുന്നത്. ഇതിന് പകരം 2-3 പച്ചമുളക് അരിഞ്ഞിട്ടാലും മതി. ഇനി അതിലേക്ക് ഒരു കളറിന് വേണ്ടി റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അപ്പോൾ മന്തിയുടെ ചിക്കന് സാധാരണ കുറച്ച് കളർ കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് ചേർത്തത്. തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളർ ചേർക്കാം. ഇനി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം.
വളരെ കുറച്ച് ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മന്തിയെല്ലാം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഓയിൽ ചേർക്കാറുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് ഓയിലൊക്കെ ഇതിലേക്ക് ചേർക്കാറുണ്ട്. ഞാനപ്പോൾ ഇവിടെ വളരെ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. ചെറിയ തീയിൽ കിടന്ന് വേവുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. മാഗി ക്യൂബിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ഇതിലും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാഗി ക്യൂബ് ഇടുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഈ ഒരു മാഗി ക്യൂബിന് കുറച്ച് ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കണം. നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിൽ നിന്ന് ഈ ഒരു ബാക്കിയുള്ള സ്റ്റോക്കും അതുപോലെ ചിക്കനും മാറ്റി വയ്ക്കാം. ചിക്കനും നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ സ്റ്റോക്കും നമുക്ക് കുറച്ച് ആവശ്യമുണ്ട്. മുഴുവനായിട്ട് എടുത്തില്ലെങ്കിലും ഈ ഒരു സ്റ്റോക്കിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് റൈസിൽ ചേർത്ത് കൊടുത്താൽ മാത്രമാണ് റൈസ് നല്ലോണം മോയിസ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഊറ്റി വെച്ച റൈസ് ആയതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നുള്ള സ്റ്റോക്കാണ് നമ്മൾ ആ റൈസിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ ദം ഇടുന്നത് പോലുള്ള ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. അതിന് മുകളിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ടും റൈസ് ലെവൽ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ചേർക്കണമെന്നില്ല കേട്ടോ. അത്ര സ്പൈസിയും അതുപോലെ അത്ര മോയിസ്റ്റ് ആവണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് കുത്തി വെക്കുന്നുണ്ട്. 4-5 പച്ചമുളക് ഇതുപോലെ പല സ്ഥലങ്ങളായിട്ട് വെച്ച് കൊടുക്കാം. പച്ചമുളക് വെച്ചതിന് ശേഷം കുറച്ച് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. റൈസിന് ഇങ്ങനെ പല കളറായിട്ടാണ് സാധാരണ മന്തിയൊക്കെ ഈ റെസ്റ്റോറൻറ്റിൽ കാണുന്നത്, അതുകൊണ്ട് മാത്രമാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അടച്ച് വെക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ആ ഒരു പച്ചമുളക് എല്ലാം നല്ലോണം ഫ്ലേവറൊക്കെ അതിലേക്ക് പിടിക്കും. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ട് എടുത്താൽ മന്തിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടും. ഞാനപ്പോൾ റൈസ് ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് സാധാരണ സെർവ് ചെയ്യാറ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ചിക്കൻ ഒന്നുകൂടി ഒന്ന് ഫ്രൈഡ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തതുപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ ആ ഒരു ചിക്കൻ്റെ മുകൾ ഭാഗം ഒന്നങ്ങ് ഗ്രില്ല് ചെയ്ത പോലെ ഇരിക്കും. ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ബട്ടറിൽ ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇതുപോലെയാണ് ഈ ഒരു മന്തിയുടെ ചിക്കൻ കിട്ടാറ്, എസ്പെഷ്യലി കുഴിമന്തിയുടെ ചിക്കൻ കിട്ടാറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. റെസ്റ്റോറൻറ്റിൽ അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി സൗദി അറേബ്യൻ കപ്സ എങ്ങനെയാണ് റെഡിയാക്കുക എന്ന് നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല രുചിയുള്ള ഒരു അറേബ്യൻ റൈസാണ്. കപ്സ റൈസ് റെഡിയാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ലോങ് ഗ്രെയിൻ റൈസാണ്. സെല്ല റൈസ് ആണെങ്കിൽ എടുക്കാവുന്നതാണ്. ഇത് ആദ്യം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 30 മിനിറ്റ് കുതിർത്തി വയ്ക്കുക. ഒരുപാട് നേരം വെക്കേണ്ട കാര്യമില്ല. കപ്സ റെഡിയാക്കാൻ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 3 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓയിലൊന്ന് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് നല്ല നേരിയതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയിൽ അരിയരുത്. അതുപോലെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള നല്ലപോലെ വഴണ്ട് വരണം. സവാള പെട്ടെന്ന് വഴണ്ട് വരുന്നതിന് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ അത് വഴണ്ട് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴണ്ട് വന്നതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ് ചേർക്കുന്നത്. ഇഞ്ചി പേസ്റ്റും ചേർക്കാവുന്നതാണ്. വെളുത്തുള്ളി ഇഞ്ചിയല്ല, ഇഞ്ചി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും ആ ഒരു സവാളയുടെയൊക്കെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നല്ലോണം വഴറ്റിയെടുക്കണം. സവാള ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട, എന്നാൽ അത്യാവശ്യം നല്ലപോലെ വഴണ്ട് വരണം.
ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അൽഫാമിനൊക്കെ മറ്റു കട്ട് ചെയ്യുന്നത് പോലെയുള്ള 2 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനനുസരിച്ച് നിങ്ങൾ മസാലയുടെ അളവും കൂട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കപ്സയിലേക്ക് ഞാൻ മസാലയായിട്ട് ചേർക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചതാണ്. ഇത് 3 സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഒന്ന് പൊടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇത് ഓൾറെഡി ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സാണ്. പട്ടയും ഏലക്കായയും ഗ്രാമ്പും മാത്രമാണ്, വേറെ ഒരു സ്പൈസും ഈ ഒരു മിക്സിലില്ല. ഇനി ഇതിലേക്ക് ഉണക്ക നാരങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡ്രൈഡ് ലെമൺ ഇതുപോലെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. കപ്സയിലൊക്കെ ഇത് ഉറപ്പായിട്ടും ചേർക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു അറബിക് ഫ്ലേവർ നല്ലതുപോലെ കിട്ടുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലതുപോലെ അതിലേക്ക് ഇറങ്ങിക്കിട്ടും. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 തക്കാളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് പ്യൂരി ആക്കിയിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ചിക്കനിലേക്ക് നല്ലതുപോലെ മസാല എല്ലാം എത്തുന്ന പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റായി വെന്ത് കിട്ടും. ആ ഒരു തക്കാളിയിലും അതുപോലെ ആ ഒരു മസാലയിലൊക്കെ കിടന്ന് നല്ലപോലെ വെന്ത് കിട്ടും. പിന്നെ ഇതൊരു അറേബ്യൻ റൈസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി അല്ലാത്തൊരു റൈസാണ്. സ്പൈസി ആയിട്ട് ആ ഒരു കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇനി ഈ ഒരു കപ്സയിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മളൊരു കാര്യം വറുത്തിടുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ബട്ടർ ബേൺഡായി പോവാതിരിക്കാൻ 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് 1 കൈപ്പിടി കിസ്മിസ് അല്ലെങ്കിൽ റേസിൻസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ആൽമണ്ട് ആണ്. 1/4 കപ്പ് ആൽമണ്ട് 1.5 കപ്പ് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ചൂടാറിയതിന് ശേഷം ആൽമണ്ടിൻ്റെ തൊലി മാറ്റിയെടുക്കണം. ഇത് 2ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇടാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഹോളായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ബട്ടറിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. നല്ലൊരു ഫ്ലേവറാണ്. ഈ ഒരു സൗദി കപ്സയുടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ആൽമണ്ടും റേസിൻസും ഇതുപോലെ വറുത്തിടുന്നത്. ലൈറ്റ് ഗോൾഡ് ബ്രൗൺ കളറാവുമ്പോൾ ഇതെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. ചിക്കൻ മസാല നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചിക്കൻ എല്ലാം നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഇതിൽ നിന്നൊന്നെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നതാണ്. റൈസ് ഈ ഒരു മസാലയിൽ തന്നെ വേവിച്ചെടുക്കാം. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് റൈസ് വേവിച്ചെടുത്തിട്ടുണ്ട്. കുതിർത്തി വെച്ച റൈസ് 30 മിനിറ്റിന് ശേഷം കുറച്ചധികം വെള്ളത്തിൽ വേവിച്ചെടുത്തതാണ്. ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം വേവിച്ച റൈസ് ഊറ്റിയെടുത്ത് ഈ ഒരു മസാലയിലിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു റൈസ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതിലേക്ക് ചിക്കൻ മുകളിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ ചിക്കനും നല്ല സോഫ്റ്റാവും, അതുപോലെ റൈസും നല്ലപോലെ റെഡിയായി കിട്ടും. ആ ഒരു ബട്ടറിലിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ഫ്ലേവറെല്ലാം വന്നിട്ട് ഈ ഒരു റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ ആൽമണ്ടിൻ്റെ മിക്സ്ചർ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെക്കുക. ഈ ഒരു സമയത്ത് ചോറ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ചിക്കനും അതുപോലെ ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ, ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും അതുപോലെ എല്ലാ മസാലയുടെ ടേസ്റ്റൊക്കെ ഇതിലേക്ക് നല്ലപോലെ പിടിച്ച് കിട്ടും. 15 മിനിറ്റ് നേരം ഏറ്റവും ചെറിയ തീയിലാണ് വെക്കേണ്ടത്, സിമ്മിലാണ് അടച്ച് വെക്കേണ്ടത്. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഈ ഒരു റൈസ് തുറന്നാൽ മതി. അപ്പോഴേക്കുമാണ് ആ ഒരു ഫ്ലേവറൊക്കെ നല്ലപോലെ പിടിച്ച് റെഡിയായി കിട്ടുന്നത്. ഇതിപ്പോൾ തുറന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറൊന്നും ഒന്നൊന്നിൽ ഒട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു നാരങ്ങ ഇപ്പോൾ എടുത്ത് മാറ്റാവുന്നതാണ്. വളരെ സിമ്പിളാണ്, അധികം സ്പൈസി ഒന്നും അല്ലാത്ത എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു റൈസ് റെസിപ്പിയാണ്.
ഒരിക്കലും ഇത് നമ്മുടെ കേരളത്തിലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല, പക്ക ഒരു അറബിക് ടേസ്റ്റ് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. ഒരുപാട് സ്പൈസി അല്ല, എന്നാൽ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഇഫ്താറിനൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത്യാവശ്യം ഹെവി ഫുഡാണ്. അതുപോലെ റൈസ് മാത്രവും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു റൈസും നല്ല ടേസ്റ്റാണ്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അറബിക് ചാനലിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു ഡിഷിൻ്റെ കൂടെ സൈഡായിട്ട് കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും നല്ലപോലെ കഴിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.